السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته لا تموتن إلا وأنتم مسلمون. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നാടുകളോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മുത്തഖീങ്ങൾ നമ്മൾ കൊടുക്കുമാറാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഡോക്ടർ അബ്ദുൽ അസീസ് അൽ ഷൈഖ് റഹിമഹുല്ലാ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നമ്മളിവിടെ പറഞ്ഞ മഹാനായ പണ്ഡിതൻ ഇങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാരുടെ വേർപാടുകൾ സത്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് വലിയ ഒരു നഷ്ടമാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ് ഇവിടെ അനുസ്മരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിൻ സുദൂരിൽ റിജാൽ ولكن يقبض العلم بقبض العلماء حتى إذا لم يبق عالما اتخذ الناس رؤوسا جهالا فسألوهم فأفتوا بغير علم فضلوا وأضلوا. അള്ളാഹു ഇൽമിനെ ഉയർത്തുന്നത് ഒരൊറ്റയടിക്ക് ആളുകളുടെ മനസ്സിൽ നിന്ന് ഇൽമിനെ നീക്കം ചെയ്തുകൊണ്ടല്ല, നേരെ മറിച്ച് പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ്. പണ്ഡിതന്മാരുടെ മരണം ഈ ഉമ്മത്തിന് തീരാ നഷ്ടമാണെന്ന് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. ആലിമൻ, അങ്ങനെ പണ്ഡിതന്മാർ ഇല്ലാതായി കഴിഞ്ഞാൽ വിവരമില്ലാത്ത ആളുകളെ, പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാത്തവരെ ജനങ്ങൾ നേതാക്കന്മാരാക്കി അവരോധിക്കും. അങ്ങനെ അവരോട് ദീനിന്റെ കാര്യങ്ങൾ അവർ അന്വേഷിക്കും. അറിവില്ലാതെ അവർ ദീനിന്റെ വിഷയങ്ങളിൽ ഫത്വ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ അവരും വഴിപിഴക്കും, അവർ ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിട പറയുന്നത്, പ്രത്യേകിച്ച് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷൈഖിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ, കിബാറുൽ ഉലമാക്കളിൽപ്പെട്ട അദ്ദേഹത്തിന് നമുക്കറിയാം 2 കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു യുവാവായ ശേഷം. അദ്ദേഹം ജനിച്ചത് യതീമായിക്കൊണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങളൊന്നും ദീനിന്റെ അറിവ് നേടുന്നതിനോ ഇത്രയും ഉന്നതമായ ഒരു പദവിയിലെത്തുന്നതിനോ അദ്ദേഹത്തിന് തടസ്സമായില്ല എന്നാണ്. അള്ളാഹുവിന്റെ തൗഫീഖും ശേഷം അദ്ദേഹത്തിന്റെ മാതാവ് അവര് നൽകിയ വളരെ വലിയ പിന്തുണ,
നമുക്കറിയാം, മഹാരഥന്മാരായ പല പണ്ഡിതന്മാർക്കും പിന്തുണയായത് അവരുടെ മാതാക്കളായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാം ബുഖാരി റഹിമഹുല്ല, ഇവരൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിൽ അവരുടെ ഉമ്മമാരുടെ പങ്ക് വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഷെയ്ഖിന്റെ ജീവിതത്തിലും ആ ഉമ്മയുടെ ഒരു പിന്തുണ അദ്ദേഹത്തെ ഖുർആൻ പഠിപ്പിക്കുന്നതിനും അതിനുവേണ്ട ദീനീ പഠനങ്ങൾ ആ ക്ലാസ്സുകൾ ചേർക്കുന്നതിനും പണ്ഡിതന്മാരുടെ ദർസുകളിലേക്ക് വിടുന്നതിനും അക്കാഡമിക് ആയിട്ടുള്ള പഠനങ്ങൾ അതിനുവേണ്ട സൗകര്യം ഒരുക്കുന്നതിനുമെല്ലാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഷെയ്ഖിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട ആളുകൾക്കറിയാം, രണ്ട് കണ്ണും കാണാത്ത ഒരാളാണ് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും ആ ശബ്ദം കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഓരോ പറയുന്ന വിഷയങ്ങൾക്കും വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സ്വന്തമായ അഭിപ്രായങ്ങളല്ല പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അറഫ ഖുതുബയൊക്കെ നമ്മൾ കേട്ടവർക്കറിയാം, യൂട്യൂബിലൊക്കെ ഉണ്ടാവും, നമ്മൾ സെർച്ച് നോക്കിയാൽ ഖുതുബത്ത് അറഫ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഷെയ്ഖ് അടിച്ചു നോക്കിയാൽ മതി. ലോക മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന വലിയ സന്ദേശം, അതിൽ തൗഹീദിന്റെ വിഷയങ്ങളുണ്ടാവും, വിശ്വാസപരമായ കാര്യങ്ങളുണ്ടാവും, അഖീദയുമായി ബന്ധപ്പെട്ട വലിയ ഉണർത്തലുകൾ ഉണ്ടാവും, നമസ്കാരത്തെ കുറിച്ച് പറയും, സക്കാത്തിനെ കുറിച്ച് പറയും, നോമ്പിനെ കുറിച്ച് പറയും, ഹജ്ജിന്റെ മൊത്തത്തിലുള്ള സന്ദേശം നൽകും, മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള ഗൈഡൻസുകള്, മാർഗനിർദ്ദേശങ്ങൾ നൽകും. അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ടുള്ള വളരെ സാരസമ്പൂർണമായ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്. നിരവധി ശിഷ്യഗണങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തന്നെ മജ്മൂഉൽ ഫതാവ, പ്രത്യേകിച്ച് നൂറുൽ നദർബ് പോലെയുള്ള ഇദാത്തുൽ ഖുർആൻ കരീമിലൊക്കെ വരുന്ന പ്രോഗ്രാമുകൾ നമുക്കറിയാം. പതിറ്റാണ്ടുകളായിക്കൊണ്ട് ദീനിന്റെ വിഷയങ്ങളിൽ പലതും ചോദിക്കപ്പെടുന്നതും അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ പറയുന്നു. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന പുതിയ വിമർശനങ്ങൾക്കൊക്കെ കാലിക പ്രസക്തമായ കൃത്യമായ മറുപടികൾ അദ്ദേഹം നൽകിയിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടാവും, ISIS ആരോപണം ഇസ്ലാമിന് നേരെ വന്നപ്പോൾ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത തീവ്ര ചിന്താഗതികളും ഇസ്ലാമിനെ വളരെ ക്രൂരവും ഭീകരവുമായി അവതരിപ്പിക്കുന്ന രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളുമായി അവര് പ്രത്യേകമായ രൂപത്തിൽ നീങ്ങുന്നത്, അതിലേക്ക് ചില ചെറുപ്പക്കാരൊക്കെ ആകർഷിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടു ശത്രുക്കളുടെ ഒരു നീക്കം എന്ന നിലയ്ക്ക് മുസ്ലിം ഉമ്മത്തിനെ അപായപ്പെടുത്താനുള്ള ഇത്തരം നീക്കങ്ങളുടെ അപകടങ്ങളെ കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പുകൾ വേറെ ആരും ശബ്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി എതിർത്ത രണ്ട് പണ്ഡിതന്മാരെ, ഒന്ന് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാഹ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, അതുപോലെ നമ്മുടെ ഇവിടെ പറഞ്ഞ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഷെയ്ഖ് റഹിമഹുല്ലാഹ്. ഈ രണ്ട് മഹാന്മാരായ വലിയ സലഫി പണ്ഡിതന്മാരാണ് ലോകത്ത് ആദ്യമായിട്ട് ISIS-നെതിരെ പ്രാമാണികമായ മറുപടി പറഞ്ഞു. ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് കൃത്യമായി മറുപടി പറഞ്ഞ പണ്ഡിതന്മാരായിരുന്നു. പിന്നീട് നമുക്ക് അവരുടെ പോക്കുകളും അവരെത്തിപ്പെട്ട സ്ഥിതികളൊക്കെ നമുക്ക് മനസ്സിലായി. ഇസ്ലാമിനെ തകർക്കാനുള്ള ലക്ഷ്യത്തിലുള്ള പല ആളുകളുടെയും നീക്കങ്ങളായിരുന്നു അത് എന്നും ചിലരെങ്കിലും അതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് വിട്ടുപോയതായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലായിരുന്നു. ഏതൊരു ഫിത്നയും വരുമ്പോൾ ഇങ്ങനെയുള്ള ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണമെന്ന് പറയാനുള്ള കാരണം കൂടി അതാണ്. അതുപോലെ തന്നെ
കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടക്കേണ്ടതിന്റെ പ്രാധാന്യം അള്ളാഹു നമ്മളിവിടെ പറഞ്ഞ ഷെയ്ഖ് അബ്ദുൽ സാരി ഷെയ്ഖിന് റഹ്മത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏകദേശം 80 വയസ്സുള്ളപ്പോഴും ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് നൂറിനൽ ദർബ് എന്ന പ്രോഗ്രാമിന് ഫത്വകൾക്ക് അദ്ദേഹം മറുപടി കൊടുക്കാറുണ്ടായിരുന്നു. അത്തരം ഉലമാക്കൾ പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതം ഈ ഉമ്മത്തിന് വേണ്ടി ഖുർആനും സുന്നത്തും അനുസരിച്ച് ദീന് പഠിപ്പിക്കാനും സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള മാർഗദർശനം നൽകാനും ഒക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്ന പണ്ഡിതന്മാർ അവരെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മയും അവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരൊക്കെ വിട്ടേച്ചു പോകുന്ന അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കളെന്നും അവർ ദീനാറോ ദിർഹമോ അല്ല വിട്ടേച്ചു പോയത്. യഥാർത്ഥ ഇൽമാണ് അവരോട് വിട്ടേച്ചു പോയത്. ആ മാർഗത്തിൽ കൃത്യമായ ഖുർആനും സുന്നത്തും അനുസരിച്ച് ദീന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. സൂറത്ത് ഗാഫിർ. അതിൽ 16 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 16 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. 17ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമുക്കിനി പഠിക്കാനുള്ളത്. അധ്യായം സൂറത്തുൽ ഗാഫിർ 17ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب. وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم تجزى كل نفس بما كسبت. اليوم تجزى كل نفس بما كسبت لا ظلم اليوم. لا ظلم اليوم إن الله سريع الحساب. إن الله سريع الحساب. وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين. وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع. ما للظالمين
يعلم خائنة الأعين وما تخفي الصدور يعلم خائنة الأعين وما تخفي الصدور والله يقضي بالحق والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير إن الله هو السميع البصير കഴിഞ്ഞ ആയത്തുകളിൽ പരലോകത്ത് നടക്കുന്ന അന്ത്യനാൾ നടക്കുന്ന വളരെ ഗൗരവമുള്ള ഒരുപാട് രംഗങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ള ആളുകൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കപ്പെടുമ്പോൾ അവരത് വെറുത്തിരുന്നു എന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് പരലോകത്തുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതുപോലെ അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നു എന്നും ആകാശത്ത് നിന്ന് അള്ളാഹു റിസ്കാക്കുന്ന മഴ വർഷിച്ചു തരുന്നതിനെ കുറിച്ചും ബുദ്ധിമാന്മാർ മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നും 15-ാമത്തെ ആയത്തിൽ പറഞ്ഞു. 17-ാമത്തെ ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, കീഴ്വണക്ക റബ്ബിന് മാത്രം അർപ്പിക്കുക, നിഷേധികൾ വെറുത്താലും എന്ന് പറയുകയുണ്ടായി. 15-ാമത്തെ ആയത്തിൽ ഉന്നതമായ പദവികൾ ഉയർന്നവനാണ് അള്ളാഹു. ദുൽ അർശ്, അർശിന്റെ ഉടമസ്ഥനാണ്. അവന്റെ കൽപ്പന പ്രകാരം അവന്റെ അടിയാന്മാരെ നിർദ്ദേശിക്കുന്നവർക്ക് അവൻ ആത്മാവിനെ ഇട്ടുകൊടുക്കും. അവിടെ ആത്മാവിനെ ഉദ്ദേശിക്കുന്നത് എന്താണ്? റൂഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധ ഖുർആൻ അല്ലെ? നമ്മൾ പറഞ്ഞു ഖുർആനാണ് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. ആ ഖുർആൻ ആണ് അവിടെ ഉദ്ദേശിച്ചതിന് തെളിവാണെന്ത്? പരസ്പരം കണ്ടുമുട്ടുന്ന ആ വിചാരണ ദിവസത്തെ കുറിച്ചുള്ള താക്കീത് നൽകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ വലിയൊരു ലക്ഷ്യം കൂടിയാണെന്ത്? നിർജീവമായ മനസ്സുകൾക്ക് ജീവൻ നൽകുക, അതുപോലെ നൽകുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള താക്കീതും അന്ത്യനാളിനെ കുറിച്ചുള്ള താക്കീതും നൽകുകയും ചെയ്യുക എന്നത്. യൗമഹും ബാരിസൂൻ, ആ പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം ഏതാണ്? അവർ എല്ലാവരും വിളിക്കു വരുന്ന ദിവസം. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈ, ഒന്നും അവര് അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ലിമനിൽ മുൽക്കുൽ യൗം എന്ന് ചോദിക്കപ്പെടും. ആർക്കാണ് രാജാധികാരം? ലില്ലാഹി വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിനാകുന്ന രാജാധികാരം എന്നവിടെ പറയപ്പെടും. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വരുന്ന ദിവസത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നീട് ഈ അന്ന് വിചാരണ ദിവസത്തെ കുറിച്ചാണ് ഇനിയുള്ള തുടങ്ങുന്ന ആയത്തുകളിലും നമ്മൾ ഇന്ന് ഓതിയ ആയത്ത് മുതലും അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്, അൽയൗമ തുജ്സാ, ഇന്നേ ദിവസം പ്രതിഫലം നൽകപ്പെടും. കുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ആത്മാവുകൾക്കും ബിമാ കസബത്, അവർ എന്താണോ സമ്പാദിച്ചു വെച്ചത് അതിനുള്ള പ്രതിഫലം നൽകപ്പെടും. അൽയൗമ, ഇന്നേ ദിവസം അഥവാ ആ വിചാരണ ദിവസം, തുജ്സാ കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാവിനും എല്ലാവർക്കും പ്രതിഫലം നൽകപ്പെടും. ബിമാ കസബത്, അവരെന്താണോ സമ്പാദിച്ചത് അതിനുള്ള പ്രതിഫലം. നല്ലതാണെങ്കിൽ നല്ലത്, തിന്മയാണെങ്കിൽ തിന്മ. ലാ ദുൽമൽ യൗം, ഇന്ന് അതിക്രമമോ അനീതിയോ ഉണ്ടാവുകയില്ല. അന്ന് യാതൊരുവിധ അനീതിയും ഒരാളോടും കാണിക്കപ്പെടുകയില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു വളരെ പെട്ടെന്ന് തന്നെ കണക്ക് നോക്കുന്നവനാകുന്നു എന്ന് അല്ലാഹു പറയുന്നു. മാത്രമല്ല ഇസ്ലാമിനോട് അല്ലാഹു പറയുകയാണ്, അൻദിർഹും, അവരോട് നബിയെ താക്കീത് നൽകുക. യൗമൽ ആസിഫ, ആസന്നമായ ദിവസത്തെ കുറിച്ച്. എന്താണ് ആസിഫ എന്നാൽ? അസിഫത്ത്
ആസിഫത്തിൽ ആസിഫല ആസിഫ എന്താണ് അടുത്ത് വരുന്നത്, അഥവാ വളരെ അടുത്ത് തന്നെയുള്ള ഒരു ദിവസത്തെ കുറിച്ച് മൊത്തത്തിലുള്ള പ്രപഞ്ചത്തിന്റെ കണക്കും നമ്മൾ ജീവിക്കുന്ന വർഷവും ഇനി അങ്ങോട്ട് പോകാനുള്ള വർഷവും എല്ലാം കൂട്ടിയാലും അള്ളാഹുവിന്റെ അടുക്കലുള്ള പരലോകത്തിലുള്ള വർഷത്തെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നുമല്ല, അല്ലെ? വളരെ അടുത്ത് തന്നെയാണ്. ആണ് അന്ത്യനാൾ അടുത്ത് തന്നെയാണ്. അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞില്ല, ഇവിടെ വരാനിരിക്കുന്നത് അസിഫത്തിൽ ആസിഫ, ആസന്നമായ സംഭവം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഹിസാബ് വളരെ അടുത്തായിട്ടുണ്ട്, പക്ഷേ അവർ അശ്രദ്ധയിലാകുന്നു, തിരിഞ്ഞു കളഞ്ഞ് അവര് എന്താണ് അതിനെപ്പറ്റിയുള്ള അശ്രദ്ധയിൽ ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അത് താക്കീത് ചെയ്യാൻ പറഞ്ഞു, വഅൻദിർഹും യൗമൽ ആസിഫ. നബിയെ, വളരെ ആസന്നമായ ദിവസത്തെ കുറിച്ച് അവരോട് താക്കീത് ചെയ്യുക. എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ. അന്നേ ദിവസം ഇതിൽ ഖുലൂബ്, അന്നേ ദിവസം ഹൃദയങ്ങൾ ലദൽ ഹനാജിരി കാദിമീൻ. ലദൽ ഹനാജിർ അഥവാ ഹൃദയങ്ങൾ തൊണ്ടക്കുയിലെത്തും. പേടിച്ചു പറിച്ചിട്ട് ആ ദിവസത്തിന്റെ ഭയാനകത കൊണ്ട് ഹൃദയങ്ങൾ തൊണ്ടക്കുയിലെത്തുമാറാകും. കാദിമീൻ, അവരിങ്ങനെ പേടിച്ചുകൊണ്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അന്ന് അക്രമികൾക്ക് ഒരു ഉറ്റബന്ധുവോ അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകനോ അവിടെ ഉണ്ടാവുകയില്ല. മാത്രമല്ല, വിചാരണ നടത്താൻ പോകുന്നത് ആരാണ്? അല്ലാഹു പറയുന്നു, കണ്ണുകളുടെ കട്ടുനോട്ടം, കണ്ണുകളുടെ കട്ടുനോട്ടം, ഒരാളും ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന നോട്ടം പോലും അള്ളാഹു പറയുന്നു. മനസ്സുകൾ, നെഞ്ചുകൾക്കുള്ളിൽ നമ്മൾ മറച്ചു വെക്കുന്ന, ഒരാളും അറിയാത്ത രഹസ്യങ്ങളെല്ലാം അള്ളാഹു പറയുന്നു. അങ്ങനത്തെ അള്ളാഹിന്റെ മുന്നിലേക്കാണ് വിചാരണക്ക് പോകാനുള്ളത്. തീർച്ചയായും അള്ളാഹു ന്യായപ്രകാരമുള്ള വിധിയാണ് അവിടെ നടത്താൻ പോകുന്നത്. അള്ളാഹുവിന് പുറമെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെ ഒന്നുകൊണ്ട് വിധിക്കാൻ പോകുന്നില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. വളരെ ആ പരലോകത്തെ വിചാരണയെ കുറിച്ചും അതിന്റെ ഭയാനകതയെ കുറിച്ചും അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട ആ ദിവസത്തെ കുറിച്ചൊക്കെ നമ്മെ ഏറെ പേടിപ്പെടുത്തുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ. യോട് താക്കീത് ചെയ്യാൻ പറയുമ്പോൾ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിൽ ജനങ്ങൾക്ക് താക്കീത് ചെയ്യാൻ പറയുമ്പോൾ ആ ദിവസത്തിന്റെ ഭയാനകതയെ കുറിച്ചാണ് പറയുന്നത്. അന്ന് എല്ലാവർക്കും അവര് സമ്പാദിച്ചാണ് കിട്ടാൻ പോകുന്നത്. എല്ലാ നഫ്സും അറിയും എന്താണ് സംഭവിക്കുന്നത്. ഒരാൾക്കും പേടി അല്ലെങ്കിൽ പരാതി ഉണ്ടാവില്ല, അറിഞ്ഞില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്താണ് സംഭവിക്കുന്നത്, ഇതൊന്നും നമുക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു പരാതി ഉണ്ടാവില്ല. നീ തന്നെ നിന്റെ കിതാബ് വായിച്ചോ, ഇന്ന് വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയായവനാണ്. ഓരോന്നും അവിടെ ആ കിതാബിൽ അവർ എല്ലാവരും ജനങ്ങൾ കാണും. ആ കിതാബ് കാണുമ്പോ അവരിങ്ങനെ കുറ്റവാളികളാകെ പേടിച്ചു പറക്കും. ഇതെന്തൊരു ഗ്രന്ഥമാണ്, ചെറുതും വലുതുമായ എല്ലാം ഇതിൽ കണക്കാക്കിയിട്ടുണ്ടല്ലോ, എല്ലാം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ടല്ലോ, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് അവിടെ ആവലാതിപ്പെടും.
ലാ ദുൽമൽ യൗം, ഇന്ന് ആരോടും അനീതി കാണിക്കപ്പെടുന്നു. അള്ളാഹു എന്തെങ്കിലും അനീതി കണ്ട് കാണിക്കുന്നതിന് പേടിയാർക്കും പാടില്ല. അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു അണുമണി തൂക്കം അള്ളാഹു ആരോടും അതിക്രമം ചെയ്യില്ല. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. എന്റെ അടിമകളെ, ഞാൻ അനീതിയും അക്രമവും ഒക്കെ ഞാൻ എന്റെ നഫ്സിന് തന്നെ അത് നിഷിദ്ധമാക്കിയിരിക്കും. അള്ളാഹു സ്വയം അള്ളാഹുവിന്റെ നഫ്സിന് നിഷിദ്ധമാക്കിയിരിക്കുന്ന അനീതി, അക്രമം ചെയ്യാൻ പാടില്ല. ഫലാ തദാലമു, നിങ്ങളും പരസ്പരം ചെയ്ത് അക്രമം ചെയ്യരുത്. ഇതിന്റെ ആ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതു ഫസ്തഹദൂനി അഹ്ദികും, യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതു ഫസ്തതിമൂനി ഉതൈമുക്കും. എന്റെ അടിമകളെ, നിങ്ങൾ എല്ലാവരും വഴിപിഴച്ചവരാണ്. ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ എന്നോട് ഹിദായത്ത് ചോദിക്കുക, ഞാൻ ഹിദായത്ത് നൽകും. നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്. ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ എന്നോട് ചോദിക്കുക, ഞാൻ ഭക്ഷണം നൽകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ പറയുന്നു, ലൗ അന്ന അവലക്കും ആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ ഫീ സഈദിൻ വാഹിദിൻ സുമ്മ സഅലൂനി മസ്അലതൻ ഫഅഅതൈതു കുല്ല വാഹിദിൻ മസ്അലതഹു മാ നഖസ ദാലിക മിൻ മുൽകി ശൈആ. നിങ്ങൾ ആദ്യമുള്ളവരും അവസാനമുള്ളവരും മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരു വളരെ വിശാലമായ ഒരു മൈതാനത്ത് നിന്നുകൊണ്ട് എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് എല്ലാവർക്കും ഞാൻ നൽകുകയും ചെയ്താലും എന്റെ ആധിപത്യത്തിൽ നിന്നും കുറയാൻ പോകുന്നില്ല. പിന്നീട് പറയുന്നല്ലോ, വന്നൗലക്കും വാഹിറക്കും വൈൻസക്കും വജിന്നക്കും കാനു അലാ ഖൽബി അത്ഖാ റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ശൈആ. എന്റെ അടിമകളെ, നിങ്ങൾ ആദ്യമുള്ളവരും അവസാനമുള്ളവരും മനുഷ്യരും ജിന്നുകളും എല്ലാവരും നിങ്ങളിൽ ഏറ്റവും നല്ല മുത്തഖിയെ പോലെയായി മാറി എന്റെ ആധിപത്യം ഒന്നും കൂടാൻ പോകുന്നില്ല. വലവന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനു അലാ ഖൽബി അഫ്ജരി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക ഫീ മുൽകി ശൈആ. ഇനി അങ്ങനെയല്ല, നേരെ വിപരീതമാണെങ്കിലോ, നിങ്ങളെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെയുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാം ഏറ്റവും വലിയ തമ്പാടിയെ പോലെയായി മാറിയാലും എന്റെ ആധിപത്യത്തിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, നിങ്ങളും ലോകത്തിലെ എല്ലാവരും നിഷേധിച്ചാലും അള്ളാഹു സ്തുത്യർഹനും ധന്യനുമാണ്. പിന്നീട് ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നു, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാ വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. എന്റെ അടിമകളെ, നിങ്ങളുടെ ആ അമലുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആ ഏടിൽ കാണാൻ പറ്റുക. നല്ലത് കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുക, മോശമായത് കണ്ടാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ സ്വന്തത്തെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. അള്ളാഹു ഒരാളോടും അതിക്രമം ചെയ്യുകയില്ല. ലാ ദുൽമൽ യൗം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അള്ളാഹു അതിവേഗം ഹിസാബ് നടത്തുന്നവനാകുന്നു. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകമാണ്. അതുപോലെ ആ ദിവസത്തെ കുറിച്ചുള്ള താക്കീത് വിശുദ്ധ ഖുർആൻ നമ്മൾ 3 ഭാഗമായിട്ട് വിശുദ്ധ ഖുർആനെ തിരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസാരത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം, അതുപോലെ തന്നെ 3ാമത്തെ ഭാഗമായിട്ട് വരുന്നത് ആഖിറത്തിനെ കുറിച്ച് പറയുന്ന ഭാഗമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ എത്രയോ സൂറത്തില്ലേ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഇൻശിഖാഖ്, സൂറത്തുൽ ഇൻഫിതാർ, അതുപോലെ ശംസു കുവിറത്, എത്ര സൂറത്തുകൾ, ഖാരിഅ, സൽസല. ഖുർആൻ ഒരുപാട് സൂറത്തുകൾ ആ അന്ത്യനാളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നു. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ. അവരതിനെ വളരെ വിദൂരത്തായി കാണുന്നു, നമ്മൾ അതിനെ വളരെ അടുത്തായി കാണുന്നു. അതാണ് അൻദിറും യൗമൽ ആസിഫ, ആസന്നമായ ദിവസത്തെ കുറിച്ച് താക്കീത് ചെയ്യും. നമ്മൾ അശ്രദ്ധമായിക്കൊണ്ട് ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ പോകുമ്പോ നമ്മളെ വിചാരം എന്താണ്? അതൊക്കെ ഇനി ഒരുപാട് കാലമുണ്ട്.
നമ്മൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ നമ്മളെ ഖിയാമത്താണ് ഇന്ന് തുടങ്ങിയതുപോലെ ഇല്ല. മൻ മാത ഖാമത്ത് ഖിയാമത്തു. കാരണം മരണത്തോടു കൂടി പിന്നെ ദുനിയാവിന്റെ അപ്പുറത്തേക്ക് ബർസഖും അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കാണ്. അതുകൊണ്ട് അതിനെ വിദൂരത്തായി കാണേണ്ടതില്ല. ഇനി പ്രപഞ്ചത്തിന്റെ മൊത്തം കണക്കും നമ്മളെ ആയുസ്സും വരാനിരിക്കുന്ന കാലത്തെ എടുത്തു നോക്കുകയാണെങ്കിലോ, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള ഒരു ദിവസം അവരെണ്ണുന്ന 1000 വർഷങ്ങളെ പോലെയാണ്. അത് ഒരു സാധാരണ ദിവസം. അതിൽ തന്നെ വേറൊരു ദിവസമുണ്ട്. അതിന്റെ ദൈർഘ്യം എത്രയാണ്? 50,000 സന. في يوم كان مقداره 50,000 സന. അവിടെ തന്നെ മറ്റൊരു ദിവസമുണ്ട്. അത് 50,000 വർഷത്തെ ദൂരമാണ് ഇതിനുള്ളത്, ദൈർഘ്യമാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ. ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിച്ചിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ അവർ പരസ്പരം പറയുമ്പോൾ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം പണ്ഡിതന്മാര് പറയുന്നു ഒരു ളുഹറിന്റെയും അസറിന്റെ ഇടയിലുള്ള സമയം. ദുനിയാവിലെ മൊത്തം ആയുസ് അത്രയായിട്ട് അവിടെ അനുഭവപ്പെടുള്ളൂ. നമ്മളിന്ന് ജുമാ കഴിഞ്ഞു, പല ഭാഗത്തും നമ്മൾ ഇവിടെ ക്ലാസ്സിന് വന്നു, ഈ ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് പിരിയും. അപ്പോഴേക്ക് അസർ ബാങ്ക് കൊടുക്കും അല്ലെ. മിക്കവാറും നമ്മൾ ഒന്നുകൂടെ ഇറങ്ങുമ്പോൾ അസർ ബാങ്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ റൂമിന്റെ അടുത്ത് എത്തുമ്പോൾ വീടിന്റെ അടുത്ത് എത്തുമ്പോൾ അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അഥവാ പരലോകത്തെത്തുമ്പോൾ ദുനിയാവിലെ മുഴുവൻ ആയുസ്സും അതുപോലെ മാത്രമേ അനുഭവപ്പെടുള്ളൂ. ഹദീസിൽ കാണാം, ഒരാൾ ഒരു സമുദ്രത്തിൽ ഒരു വിരൽ മുക്കിയിട്ട് ആ വിരൽ പുറത്തേക്കെടുത്താൽ ആ വിരലിലുള്ള വെള്ളമാണ് ദുനിയാവ്. ആ സമുദ്രം മുഴുവൻ ആഖിറത്താണ്. ആ സമുദ്രം മുഴുവൻ ആഖിറമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ വിദൂരത്തായി കാണേണ്ട കാര്യമല്ല. ആ ആസന്നമായ ദിവസത്തെ കുറിച്ചുള്ള പേടിച്ചിട്ട് ഹൃദയങ്ങൾ ഇങ്ങനെ തൊണ്ടക്കുയിലെത്തുന്നത് പോലെ തോന്നും. അവരിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും അവസ്ഥ. അതിന് ഉറ്റ ബന്ധുവോ എന്തെങ്കിലും റെക്കമെൻഡേഷൻ സ്വീകരിക്കപ്പെടുന്ന ആളോ അക്രമികൾക്ക് ഉണ്ടാവുകയില്ല. സ്വന്തം സഹോദരനെ കണ്ടാൽ ഓടിയാകലും. നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയാൽ ആദ്യം നമ്മൾ നോക്കുന്ന പരിചയക്കാരെങ്കിലും ഉണ്ടോ? നമ്മള് നേരെ സഹോദരന്മാരുണ്ടെങ്കിൽ വേഗം അവരെടുത്തേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോ. അതുപോലെ നമ്മുടെ നാട്ടുകാരോ കൂട്ടുകാരോ സഹപ്രവർത്തകരോ പ്രസ്ഥാന ബന്ധുക്കളൊക്കെ ഉണ്ടോ അല്ലെ? അവിടെ നേരെ തിരിച്ചാണ്. ഏറ്റവും അടുത്ത ആളെ കണ്ട വേഗം ഓടി രക്ഷപ്പെടും. സ്വന്തം സഹോദരനിൽ നിന്ന് ഓടിയകലും. സ്വന്തം മാതാപിതാക്കളെ കണ്ടാൽ ഓടി രക്ഷപ്പെടും. സ്വന്തം ഭാര്യയെയോ മക്കളെ കണ്ടാലോ വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ട് വേഗം അവനാന്റെ പാട്ട് നോക്കി പോകും. കാരണം എന്താ? കാരണം അള്ളാഹു തന്നെ പറഞ്ഞു, എല്ലാവർക്കും അവർക്ക് ചിന്തിക്കാൻ മാത്രം, അവർക്ക് ബിസിയാകാൻ മാത്രം, അവർക്ക് ശുഗലാകാൻ മാത്രം അവരുടെ കാര്യങ്ങൾ തന്നെ ഉണ്ട്. ഇനി അവനോടുള്ള ഇടപാടും കൂടി തീർക്കേണ്ടി വരും എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേഗം ഓടിച്ചു. ഇസ്ലാമിലൂടെ ഹദീസിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ എങ്ങനെയാണോ മാതാവ് നിങ്ങളെ പ്രസവിച്ച ആ രൂപത്തിലാവില്ല. വസ്ത്രം ഉണ്ടാവില്ല, പാദരക്ഷകൾ ഉണ്ടാവില്ല. ആ അവസ്ഥയിൽ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, റസൂലേ, അപ്പോൾ ആളുകൾ പരസ്പരം ഔറത്തിലേക്ക് നോക്കുകയില്ലേ? സുല്ലല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്? ആയിഷ, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ അവിടെ ആളുകളുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? എല്ലാവരും അവരുടെ അവസ്ഥ എന്തായിരിക്കും, വിചാരണ എന്തായിരിക്കും, പര്യവസാനം എന്നതിനെ കുറിച്ചായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത്. സൂര്യൻ ഒരു ചാൺ മുകളിലായിരിക്കും,
ആളുകൾ വേർപ്പിലായിരിക്കും. അവരവരുടെ കർമ്മത്തിനനുസരിച്ച് ഇരയാണി വരെ, മുട്ടുവരെ, ശരീരത്തിന്റെ പകുതി വരെ, കഴുത്ത് വരെ ഒക്കെ വേർപ്പിൽ മുങ്ങുന്ന ആളുകൾ ഉണ്ടാവും. അവിടെ തന്നെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 ഭാഗത്തെ കുറിച്ച് ഹദീസ് നമുക്കറിയാം. അതുകൊണ്ട് ആ ദിവസത്തെ വിചാരണ ദിവസം അവിടെ പോയി നിൽക്കേണ്ട, ആ വിചാരണയ്ക്ക് പോയി നിൽക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പോയി നിൽക്കാനുള്ളത് ആരെ മുന്നിലേക്കാ? കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സൊളിപ്പിച്ചു വെക്കുന്നതുമെല്ലാം അറിയുന്ന റബ്ബിന്റെ മുന്നിലേക്കാണ് പോകാനുള്ളത്. അവിടെ നമ്മുടെ ഒരു കാര്യങ്ങളും മറക്കപ്പെടുകയില്ല. ലാ തഖ്ഫാ മിനല്ലാഹി ഖാഫിയ. നമ്മൾ സാധാരണ ഒരു മനുഷ്യർക്കിടയിൽ തന്നെയുള്ള സംവിധാനങ്ങളാണിത്. CCTV ക്യാമറ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്യാമറകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും കമ്പനികളുടെ ഓഡിറ്റിംഗ്, അതൊക്കെ തന്നെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ പേടി എത്രയാണ്. ചില ഓഫീസുകളിലോ കടകളിലോ എഴുതി വെക്കില്ല, അൽ മഹല്ല് മുറാഖബ് ബിൽ ക്യാമറ. എന്താണ്? ഈ സ്ഥലം CCTV നിരീക്ഷണത്തിലാണ്. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ബോധം വേണം. റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ എപ്പോഴും ഒരു നിരീക്ഷണത്തിലാണെന്നുള്ള ബോധം നമ്മൾ മറന്നു പോകും, അല്ലെ? അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ വീഴ്ചകൾ പുറത്തിരുമാറാൻ. ഒരു വിശദീകരണമുണ്ട്. ഒറ്റക്കൊരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരാളിങ്ങനെ എന്താണ്, ആളുകൾ കാണാതെ മെല്ലെ നോക്കണം. തഫ്സീറിൽ പറയാം, ആരെങ്കിലും കണ്ടാൽ പെട്ടെന്ന് അവിടുന്ന് കണ്ണെടുക്കും. അത് ഖാഇനത്തുൽ അയ്യുനാണ്, കണ്ണിന്റെ കട്ടുനോട്ടമാണ്. പിന്നെ അവന്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കാറുണ്ട് മോശമായ പ്രവൃത്തി ചെയ്യാൻ. അത് അത് മനസ്സുകൾ ഒളിപ്പിച്ചു വെക്കുന്നതാണ്. അതെല്ലാം അല്ലാഹു പറയുന്നു. ഇനി മറ്റുള്ള ഏത് വിഷയത്തിലാണെങ്കിലും ഖുർആൻ ഒരുപാട് സ്ഥലങ്ങൾ അല്ലാഹു പറയുന്നില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്ന് നാവുകൾക്ക് സീൽ വെക്കപ്പെടും, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവിടെ സാക്ഷി വിസ്തരിക്കപ്പെടും. സ്വന്തം ശരീരത്തോട് തന്നെ നമ്മൾ എതിരായി പോകുന്ന അവസ്ഥ അവിടെ ചോദിക്കുന്നുണ്ട്. ലിമ ഷഹിദും അലൈന ഖാലു അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇ. മറ്റൊരായത്തിൽ യൗമ തശ്ഹദു അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യക്സിബൂൻ. ഖാലു ലിമ ഷഹിദും അലൈന ഖാലു അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇ. എന്തിനാണ് ഇതിന്റെ സാക്ഷി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയിപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ വിചാരണയെ കുറിച്ചുള്ള ബോധം അത് നമ്മുടെ ജീവിതത്തിൽ സദാ നമുക്കുണ്ടാകണം. നമ്മുടെ ഈമാന്റെ കുറവ് കൊണ്ടും നമ്മുടെ ബലഹീനതകൾ കൊണ്ടും തെറ്റുകൾ നമ്മൾ സംഭവിക്കും, തിന്മകൾ സംഭവിക്കും. മനുഷ്യരാണ്. പക്ഷേ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരും, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള പേടി വരും. ഒരു പർവ്വതം അവന്റെ മേലിങ്ങനെ വീഴാൻ പോകുന്ന പോലെ അവന് തോന്നും. അവൻ പെട്ടെന്ന് തൗബ ചെയ്യും, കൂടുതൽ നന്മകൾ അധികരിപ്പിക്കും. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് അങ്ങനെ ഒരു തെറ്റായ ഒരു കാര്യം സംഭവിച്ചു പോയ റസൂലേ, ആ വലിയ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, എന്നാൽ ചെറിയ ചില തിന്മകൾ എന്നിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി സംഭവിച്ചു. എന്നാൽ വ്യഭിചാരത്തിലേക്ക് ഞാൻ പോയിട്ടില്ല റസൂലേ, പക്ഷേ എനിക്ക് വല്ലാത്ത പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനോട് ഇങ്ങനെ പരാതി പറഞ്ഞ് രണ്ടും ഹദീസിലാണ്. അതിനുശേഷം ഒരു ഫർദ് നമസ്കാരം കഴിഞ്ഞു. ഇസ്ലാം അദ്ദേഹത്തെ വിളിപ്പിച്ചു.
അഖിമിസ് സ്വലാത്ത طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات. ആ നമസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തുക, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും എന്ന ആയത്ത് ഓതിക്കൊടുത്തു. സഹാബികൾ ചോദിച്ചു, റസൂലേ, ഇത് അയാൾക്ക് ഖാസാണോ, ഞങ്ങൾക്ക് ആമാണോ? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ മുഅ്മിനായ മനുഷ്യൻ അവന് അത്തരം തിന്മകൾ സംഭവിച്ചുകൂടായികയില്ല. മനുഷ്യരാണ്, പക്ഷെ സംഭവിച്ചാൽ മുനാഫിക്കായ മനുഷ്യന്റെ ഉദാഹരണം പറയുന്നു, അവന്റെ മൂക്കിൽ ഒരു ഈച്ച ഇരുന്നത് പോലെ ആയിരിക്കും. ഒരു ഈച്ചയെ അങ്ങനെ ആട്ടിക്കളയുന്ന വളരെ നിസാരമായിട്ട് ലാഘവത്തോടു കൂടി ആ തിന്മയെ കാണും. എന്നാൽ മുഅ്മിനായ മനുഷ്യരാകട്ടെ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, സ്വന്തത്തോട് അതിക്രമം ചെയ്യുകയോ ഒരു തിന്മ സംഭവിച്ചു പോവുകയോ ചെയ്താൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം വരും, പേടി വരും. റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണം. ഈ ആയത്തിൽ പറഞ്ഞ പോലെ യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും മനസ്സുകൾ നെഞ്ചകങ്ങൾ ഒളിപ്പിച്ചതെല്ലാം അറിയുന്ന റബ്ബിന്റെ മുന്നിലായി പോയി നിൽക്കാനുള്ളത് എന്താണ് രക്ഷ എന്ന് ആകെ ബേജാറായി പോകും. അവിടെ എന്താണ്? അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അള്ളാഹു വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത് ചോദിക്കുന്നത്. അല്ലാതെ ആർക്കാ അവർക്ക് പുറത്തു കൊടുക്കാനുള്ളത്? അള്ളാഹു അല്ലാതെ ആരാണ് അവർക്ക് പുറത്തു കൊടുക്കാനുള്ളത്? പക്ഷേ അശ്രദ്ധമായി കൊണ്ട് തിന്മയിൽ അങ്ങനെ മുഴുകിപ്പോകുന്ന അവസ്ഥ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. തെറ്റ് സംഭവിക്കാതിരിക്കാൻ ഈ ആയത്ത് നമ്മെ പ്രേരിപ്പിക്കണം. ഇനി തെറ്റ് സംഭവിച്ചാലോ വേഗം തൗബ ചെയ്യാൻ ഈ ആയത്ത് നമ്മെ പ്രേരിപ്പിക്കണം. മറ്റൊരായത്തിൽ പറയുന്നു, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട ആ മഖാമിനെ ഭയപ്പെട്ടാൽ, മനസ്സിന്റെ നഫ്സിന്റെ ഹവയെ അവൻ തടഞ്ഞു വെച്ചു, സ്വർഗമാണ് പ്രതിഫലം. സ്വർഗമാണ് പ്രതിഫലം അല്ലെ? അള്ളാഹു അവന്റെ സിദ്റിൽ, അവന്റെ മറയിൽ വിചാരണ ചെയ്യുന്ന മുഅ്മിനെ കുറിച്ച് മറ്റേ ഹദീസിൽ കാണാം. ഖിയാമത്ത് നാളിൽ അള്ളാഹു മറ്റൊരാളുടെ മുന്നിൽ അപമാനിക്കാതെ എന്നെ രക്ഷിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും പ്രാർത്ഥിച്ചിരുന്നു. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, ജനങ്ങളെ ദുരജീവിപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനിക്കരുത്. സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ദിവസം, രക്ഷപ്പെട്ട മനസ്സുമായി വന്നവർക്ക് മാത്രം രക്ഷ ലഭിക്കുന്ന ദിവസം. അവിടെ ചില മുഅ്മിനീങ്ങൾ അല്ലാഹു പറയും, യാ അബ്ദി അലം തഫഅൽ കദാ യൗമ കദാ, ഇന്ന ദിവസം നീ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ? അങ്ങനെ ഓരോന്നും അള്ളാഹു ഓർമ്മിപ്പിക്കും. മറ്റൊരാളുണ്ടാവില്ല, അള്ളാഹു അയാളും മാത്രമായിരിക്കും സംഭാഷണം. ഹത്താ ഇദാ ظن അന്നഹു ഖദ് ഹലക്, വിശ്വാസം പറയുന്നു, അങ്ങനെ അയാൾ വിചാരിക്കും എന്റെ കഥ കഴിഞ്ഞു, ഞാൻ നരകത്തിലേക്ക് തന്നെയാണ് ആളുകൾ ഉറപ്പിച്ചു നിൽക്കുമ്പോ അള്ളാഹു അയാളോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയാ വഗഫർതുഹാ ലകൽ യൗം. ദുനിയാവിൽ ആരുമില്ല അപമാനിക്കാതെ ഞാനൊക്കെ മറച്ചു വെച്ചതായിരുന്നു, ഇന്നിതാ ഞാൻ അതിനൊക്കെ പുറത്തു തന്നിരിക്കുന്നു, ഞാനും നീ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്. അത്തരം ഭാഗ്യവാന്മാരിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കും. വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഒരു സഹോദരന്റെ ഒരു പോരായ്മ അറിയുമ്പോൾ, ഒരു തെറ്റ് കാണുമ്പോൾ അത് എങ്ങനെയെങ്കിലും അവനെ അപമാനിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ അപമാനിക്കപ്പെടാതിരിക്കാൻ, നമ്മള് ഒരിക്കലും നമ്മുടെ പോരായ്മകൾ ആളുകൾ അറിയാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അതിന് വേണ്ടത് എന്താണ്? അള്ളാഹു സിദ്ദീഖാണ്. അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നവരാണ്. ജനങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നതാണ് അള്ളാഹു ഇഷ്ടം. നമ്മൾ ന്യൂനതകൾ ഇങ്ങനെ
വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ആളെന്നല്ല. ആളുകളുടെ പോരായ്മകൾ നമ്മൾ മറച്ചു വെക്കണം. എന്നാൽ തിന്മയെ എതിർക്കുകയും വേണം. അതോടൊപ്പം അള്ളാഹുവിനോട് സിദ്റിനെ ആവശ്യപ്പെടും. അള്ളാഹു സിദ്ദീറാണ്, മറ ഇഷ്ടപ്പെടുന്നവരാണ്, ന്യൂനതകൾ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിന് വിശാലമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പോരായ്മകൾ മറച്ചു വെക്കുമാറാകണം. ഹദീസിൽ കാണാം, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ്? തന്റെ നഫ്സിനെ നിയന്ത്രിക്കുന്നവരാണ്, നഫ്സിനെ കൺട്രോൾ ചെയ്യുന്നവരാണ്. നഫ്സിനെ അതിന്റെ ഇങ്ങനെ വഴിക്ക് വിടാതെ, കാരണം ചെയ്താൽ ഇപ്പൊ എത്രയാണ് അതിന്റെ ഒരു അനുഭവം നമുക്ക് ആ ഒരു തിന്മയുടെ ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കുക വളരെ കുറഞ്ഞ സമയമാണ്. എന്നാൽ അത് കഴിഞ്ഞാലുള്ള മാനസികമായ പ്രയാസവും ഖേദവും അതുപോലെ തന്നെ അള്ളാഹിന്റെ മുന്നിലുള്ള വിചാരണയും അത് കൊടുത്താലോ വേണ്ട. അതിനേക്കാൾ നല്ലതില്ല എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ടും ഒരു തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ ഇനി അഹാഫുല്ലാ, ഞാൻ അള്ളാഹിനെ ഭയപ്പെടുന്നു പറഞ്ഞ ആൾക്ക് അർശിന്റെ തണലാണ് അള്ളാഹു ഓഫർച്ചത്. ബലഹീനന്റെ സ്വഭാവം എന്താ? നഫ്സിനെ എങ്ങനെ അതിന്റെ വഴിക്ക് വിടും. എന്നിട്ട് പറയാം അതൊക്കെ അള്ളാഹു കൊടുത്തോളും. എന്നാൽ അള്ളാഹിന്റെ പുറത്തിനെ തേടാനുള്ള റഹ്മത്ത് ലഭിക്കാനും ആ പരിശ്രമങ്ങൾ അയാൾ നടത്തുകയുമില്ല. തൗബ പുതുക്കാനും അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിയാക്കാനും റബ്ബിലേക്ക് മടങ്ങാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു യഖ്ദി ബിൽ ഹഖ്, അള്ളാഹു യഥാർത്ഥ പ്രകാരം വിധി പറയുന്നു, ന്യായപ്രകാരം വിധി പ്രസ്താവിക്കുന്നു. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യഖ്ദൂന ബിശൈഇ, അള്ളാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ അവരൊന്നും വിധിക്കുന്നില്ല. ഇന്നല്ലാഹു സമീഉൽ ബസീർ, അള്ളാഹു സമീഉം ബസീറുമാണ്, എല്ലാം കേൾക്കുന്നവരും കാണുന്നവരുമാണ്. ഹദീസിൽ ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ് നിർദ്ദേശം പറഞ്ഞെന്താണ്? ഇഹ്സാനെ കുറിച്ച് പറഞ്ഞെന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. അപ്പൊ ഇബാദത്തിന്റെ ഏറ്റവും നല്ല പെർഫെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അള്ളാഹിനെ കാണുന്നില്ല എന്നുള്ളത് ശരിയാണെങ്കിലും അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നുള്ള ബോധം മുറാഖബത്ത് ഉണ്ടാക്കലാകും. അതാണ് ഇഹ്സാൻ. അതിലേക്ക് എത്തുന്നവരാണ് അന്നഫ്സുൽ മുത്മഇന്നയുടെ സമാധാനമടഞ്ഞ ആത്മാവിന്റെ അവകാശികൾ. ഇത്തരക്കാലം ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ കൊണ്ടും മലയത കൊണ്ടും സംഭവിക്കുന്ന തെറ്റുകളും പാപങ്ങളും കുറ്റങ്ങളുമെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരിക്കലും പരലോകത്ത് അപമാനിക്കപ്പെടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്താതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارحمنا برحمتك يا أرحم الراحمين. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم انصر إخواننا المستضعفين في فلسطين وفي كل مكان يا رب العالمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم.